നമസ്കാരം. ബ്രിട്ടീഷ് അധിനിവേശത്തോട് സഹനത്തിലൂടെയും ധൈര്യം കൊണ്ടും ആയുധബലം കൊണ്ടും പോരാടിയ നൂറുകണക്കിന് രാജ്യസ്നേഹികളുടെ മണ്ണാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനുമായപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഉജ്ജ്വല പോരാട്ടങ്ങൾ നടന്ന ചില ഭാഗങ്ങൾ പാകിസ്ഥാനിലായി പോയിരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഇന്ത്യ പിന്നീട് സ്വന്തമാക്കിയിട്ടുമുണ്ട്. അത്തരത്തിലൊരു ഗ്രാമത്തിന്റെ കഥയാണ് ഇന്ന് നിങ്ങളോടുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരരക്തസാക്ഷികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ വധശിക്ഷ നടപ്പാക്കിയ ശേഷം ബ്രിട്ടീഷ് സർക്കാർ രഹസ്യമായി ഇവരുടെ ഭൗതിക ശരീരങ്ങൾ സംസ്കരിക്കാൻ എത്തിച്ച ഒരു ഗ്രാമമുണ്ട് പഴയ പഞ്ചാബിൽ. അതാണ് ഹുസൈനിവാല. പഞ്ചാബിലെ ഫിറോസ്പൂർ നഗരത്തിനടുത്താണ് ചരിത്രം ഉറങ്ങുന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് ഇന്ത്യയിലെ ഈ ഗ്രാമമുള്ളത്. തൊട്ടടുത്ത് പാകിസ്ഥാനിലെ ഗന്ദാ സിംഗ് വാല എന്ന ഗ്രാമമാണ്. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും 1931 മാർച്ച് 23 തൂക്കിലേറ്റുന്നു. ജനരോക്ഷമുണ്ടാക്കുന്ന നടപടിയാണ് ഇതെന്നറിയാവുന്ന അവർ ഹുസൈനിവാലയിൽ സത്ലജ് നദിക്കരയിൽ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എത്തിക്കുന്നു. രഹസ്യമായി സംസ്കരിക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമം എന്നാൽ പ്രദേശവാസികൾ തടഞ്ഞു. അന്നു മുതൽ ഈ പ്രദേശത്തിന് പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. സ്വാതന്ത്ര്യാനന്തരം ഈ ഭാഗത്ത് ഇന്ത്യ വിവിധ അനുസ്മരണ പരിപാടികൾ പതിവായി സംഘടിപ്പിച്ചു തുടങ്ങി. ഇന്ത്യൻ ഭാഗത്തുള്ള 12 ഗ്രാമങ്ങൾ പാകിസ്ഥാന് നൽകിയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഹുസൈനിവാല ഗ്രാമം സ്വന്തമാക്കിയത്. സ്വാതന്ത്ര്യാനന്തരം ഇവിടെ ഒരു സ്മൃതി കുടീരവുമുണ്ട്. പ്രേരണാസ്ഥൽ എന്നാണ് ഈ സ്മൃതി കുടീരത്തിന്റെ പേര്. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കവാടവുമുണ്ട്. അതിർത്തി രക്ഷാ സേനയാണ് ഇതിന്റെ ചുമതല. 1970 മുതൽ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഇവിടെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കാറുണ്ട്. നിരവധി പേരാണ് ദിനവും ഇത് കാണാനെത്തുന്നത്. വാഗ അതിർത്തിയിലേതിന് സമാനമായ ചടങ്ങാണ് ഇവിടെയും നടക്കാറ്. നിരവധി ആളുകൾ ഇത് കാണാനെത്താറുണ്ട്. ഹുസൈനി ബാബ എന്ന പ്രദേശവാസികളെ വിളിക്കുന്ന ഒരു ഇസ്ലാമിക പുരോഹിതനിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ഹുസൈനിവാല എന്ന പേര് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഖബറിടം ഇവിടെ അതിർത്തി രക്ഷാസേനയുടെ ആസ്ഥാനത്തിനുള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. 1965 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ ഈ ഗ്രാമത്തിലും അതിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തെ ധീരമായി ചേർത്ത ചരിത്രമാണ് ഇവിടെയുള്ളത്. 1965 ഇവിടെ നിലയുറപ്പിച്ച മറാത്ത ലൈറ്റ് ഇൻഫാൻട്രി പാക് സൈന്യത്തിന് കനത്ത പ്രഹരമേൽക്കുകയും അവരുടെ ടവർ തകർക്കുകയും ചെയ്തു. എന്നാൽ 1971 ഇവിടം സംരക്ഷിച്ച 15ാം പഞ്ചാബ് ബറ്റാലിയന് ഏറെ നാശനഷ്ടമുണ്ടായി. ചരിത്രമുറങ്ങുന്ന ഇവിടെ ഭഗത് സിംഗിനും സുഖ്ദേവിനും രാജ്ഗുരുവിനുമൊപ്പം മറ്റു ചിലരുടെയും സംസ്കാരം നടന്ന ഇടമാണ്. ഭഗത് സിംഗിന്റെ അമ്മ വിദ്യാവതിയെയും ലാഹോർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗിനൊപ്പം ബോംബെറിഞ്ഞ ബഡുകേശ്വർ ദത്തിനെയും ഇവിടെയാണ് സംസ്കരിച്ചത്. എല്ലാ വർഷവും മാർച്ച് 23 ഷഹീദ് മേള എന്ന പേരിൽ ഇവിടെ അനുസ്മരണ പരിപാടികൾ നടക്കാറുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇവിടെ അന്നെത്താറ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.